Welcome back. Now we are discussing two mark question answers. Choice of woman. So first question, who was the first person to call Adichie a feminist? Adichie feminist എന്ന് വിളിച്ച ഫസ്റ്റ് പേഴ്സൺ ആരാണ് ക്വസ്റ്റ്യൻ. ചിമ്മമാണ്ട നിഗോജി അഡിച്ചി വാസ് ഫസ്റ്റ് കാൾഡ് എ ഫെമിനിസ്റ്റ് ബൈ ഹെർ ഫ്രണ്ട് ഒക്കലോമ. ഹെർ ഫ്രണ്ട് ഒക്കലോമയാണ് വിളിച്ചത്. ഈ യൂസ്ഡ് ദ വേർഡ് ജോക്കിംഗ് ഡ്യൂറിങ് എ കോൺവെർസേഷൻ. അവന് ആ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ ജസ്റ്റ് തമാശക്ക് വേണ്ടിയാണ് യൂസ് ചെയ്തതാണ് ആ വേർഡ്. അറ്റ് ദാറ്റ് ടൈം അഡിച്ചി ഡിഡ് നോട്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്. ദെൻ അറ്റ് ദാറ്റ് ടൈം ഷീ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്. Later she accepted the term proudly. It influenced her ideas about gender equality. പക്ഷെ പിന്നീട് അവൾക്ക് ആ നെയിം അവൾ പ്രൗഡ്ലി ആക്സെപ്റ്റ് ചെയ്തു. അതായത് ആ ഫെമിനിസ്റ്റ് ഇതിലെ വേർഡ് പ്രൗഡ്ലി ആക്സെപ്റ്റ് ചെയ്തു. അത് അവളുടെ ജീവിതത്തിൽ ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടി കണ്ട് അവളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Second question, what is the language of marriage? The language of marriage refers to silence and obedience expected from women. അതായത് മാരേജിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് സൈലൻസുമാണ്, അതുപോലെ അനുസരണയാണ്. മാരേജിൽ വുമണിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുസരണ കൂടിയാണ് ലാംഗ്വേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വുമൺ ആർ ടോക്ക് ടു അഡ്ജസ്റ്റ് ആൻഡ് നോട്ട് ക്വസ്റ്റ്യൻ ദെയർ ഹസ്ബൻഡ്. വുമണിനെ ഒരു മാരേജ് ചെയ്യുമ്പോൾ പഠിപ്പിച്ചിട്ടുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാനും ഭർത്താക്കന്മാരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നതാണ്. ദേ ആർ എക്സ്പെക്ടഡ് ടു സാക്രിഫൈസ് ദെയർ ഡിസൈർസ്. അതുപോലെ തന്നെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ അവർ സാക്രിഫൈസ് ചെയ്യണം. ദിസ് ഷോസ് ജെൻഡർ ഇക്വാലിറ്റി ഇൻ സൊസൈറ്റി. ഇത് കാണിക്കുന്നത് ജെൻഡർ ഇൻഇക്വാലിറ്റിയാണ്. ഇറ്റ് ഹൈലൈറ്റ്സ് ഹൗ വുമൻസ് വോയിസസ് ആർ ഓഫൺ സപ്രസ്. അതുപോലെ തന്നെ വുമൻസിൻ്റെ വോയിസിനൊക്കെ അടിച്ചമർത്തപ്പെടുകയാണ് ഒരു മാരേജിലൂടെ ചെയ്യുന്നത്. അവരുടെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ സെറ്റിംഗ് ഓഫ് വിർജീന വൂൾഫ് എ റൂം ഓഫ് വൺസ് ഓൺ. ഈ എന്താ പറയുക, ഈ എസ്സേയിലെ എ റൂം ഓഫ് വൺസ് ഓൺ എസ്സേയിലെ സെറ്റിംഗ് എന്താണ്? വിർജീന വൂൾഫ് സെറ്റ് ദ എസ്സേ ഇൻ ആൻ ഇമാജിനറി യൂണിവേഴ്സിറ്റി എൻവയോൺമെൻറ്റ്. ഒരു ഇമാജിനറി യൂണിവേഴ്സിറ്റിയിലുള്ള എൻവയോൺമെൻറ്റിലാണ് ഈ ഒരു എസ്സേ വിർജീന വൂൾഫ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദ നെറേറ്റർ വിസിറ്റ്സ് ലൈബ്രറീസ് ആൻഡ് കോളേജ്. വുമൺ ആർ നോട്ട് അലൗഡ് ഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ. അതായത് ഈ നെറേറ്റർ ലൈബ്രറിയിലൂടെയും കോളേജിലൂടെയൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ വുമണിന് മെന്നിന് അതുപോലുള്ളൊരു ഈക്വൽ എഡ്യൂക്കേഷൻ നൽകുന്നില്ല. ദിസ് റിഫ്ലക്റ്റഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ സൊസൈറ്റി. ദ സെറ്റിംഗ് ഹൈലൈറ്റ്സ് വുമൺ സ്ട്രഗിൾ ഫോർ ഇൻ്റലക്ച്വൽ ഫ്രീഡം. അതായത് മെന്നിന് അതേപോലുള്ള ഫ്രീഡം വേണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഈ ഒരു എസ്സേ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ കാണിക്കുന്നത് മുഴുവനും ജെൻഡർ ഈക്വാലിറ്റിയാണ്, അതായത് ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ്, സ്ത്രീകളെ അടിച്ചമർത്തപ്പെട്ടതായി കാണിക്കുന്നു. ഇതൊക്കെയാണ് ഈ ഒരു എസ്സേയുടെ സെറ്റിങ്സ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഇമേജ് ഡു യു ഫൈൻഡ് ഇൻ എവരി കത്തോലിക് ഹോം. എല്ലാ കത്തോലിക്കക്കാരുടെ വീട്ടിലും, അതായത് ക്രിസ്ത്യൻസിൻ്റെ വീട്ടിൽ ഒരു ഇമേജ് കാണും. അതുണ്ടാകുന്ന ക്വസ്റ്റ്യൻ, ഇൻ എവരി കത്തോലിക് ഹോം ദർ ഈസ് യൂഷ്വലി ആൻ ഇമേജ് ഓഫ് ദ വിർജിൻ മേരി. മാതാവ് മറിയത്തിൻ്റെ ഒരു രൂപം എല്ലാ കത്തോലിക്ക ഹോമിലും ഉണ്ടാവും. ഷീ റെപ്രസെൻറ്റ് പ്യൂരിറ്റി, മദർഹുഡ് ആൻഡ് സാക്രിഫൈസ്. ത്യാഗത്തിൻ്റെയും അതുപോലെ കന്യകത്വത്തിൻ്റെയും മദർഹുഡിൻ്റെയൊക്കെ റെപ്രസെൻ്റ് ആണ് മാതാവ് മറിയം. ദിസ് ഇമേജ് ഈസ് കൺസിഡേർഡ് സാക്രഡ് ആൻഡ് ഹോളി. ഈ ഒരു ഇമേജ് വിശുദ്ധമായി കണക്കാക്കപ്പെടുന്നു. ഇറ്റ് ഇൻഫ്ലുവൻസ് ദ ബിലീവ്സ് ഓഫ് വുമൺ ഇൻ ദ ഫാമിലി. ഇത് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന സ്ത്രീകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇറ്റ് ആൾസോ റിഫ്ലക്ട് റിലീജിയസ് ബിലീഫ്സ് ആൻഡ് ട്രഡീഷൻസ്. അവർ മാതാവ് മറിയത്തിൻ്റെ ഫോട്ടോ കാണുന്നതിന് ആ വീട് ഒരു റിലീജിയസ് ബിലീഫ്, മതപരമായ വിശ്വാസമുള്ളൊരു വീടാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. എയ്ത്ത് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ആദം വാട്ട് കനോട്ട് ബി ഡിമോൺസ്ട്രേറ്റഡ്. ആദമിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് തെളിയിക്കാൻ കഴിയാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ആദം, ലവ് കനോട്ട് ബി ഡെമോൺസ്ട്രേറ്റഡ്. ലവ് ആണ്, സ്നേഹമാണ് തെളിയിക്കാൻ കഴിയാത്തത്. ഇറ്റ് ഈസ് എ ഡീപ്പ് ഇമോഷണൽ എക്സ്പീരിയൻസ്. ലവ് ഈസ് എ ഡീപ്പ് ഇമോഷണൽ എക്സ്പീരിയൻസ്. സോ നോ വൺ ക്യാൻ ഡിമോൺസ്ട്രേറ്റഡ് ലവ് കനോട്ട് ബി പ്രോവ്ഡ് ലോജിക്കലി ഓർ സയൻറ്റിഫിക്കലി. ഒരു വിധത്തിലും ലവ് നമുക്ക് തെളിയിച്ച് കൊടുക്കാൻ കഴിയില്ല. ഇറ്റ് ഈസ് ഫെൽറ്റ് റാദർ ദാൻ ഷോൺ. എങ്ങനെയും അത് കാണിക്കാൻ കഴിയില്ല. ഇത് ഫീൽ ചെയ്യാൻ, അനുഭവിക്കാൻ വേണ്ടി മാത്രം കഴിയുള്ളൂ. ഇറ്റ് ഈസ് ഫെൽറ്റ്, അനുഭവിക്കാൻ കഴിയുള്ളൂ, പകരം കാണിക്കാൻ കഴിയില്ല. ദിസ് ഹൈലൈറ്റ്സ് ദ പവർ ഓഫ് ഇമോഷൻ. അതുപോലെ തന്നെ ഇത് പവറിനെയും ഇമോഷനൊക്കെ ഇത് ഹൈലൈറ്റ് ചെയ്യും. ലവിന് ഇമോഷൻ്റെ പവറിനൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ കഴിയും. കാരണം സ്നേഹത്തിലൂടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് അനക്ടോറിയ ഡിസ്ക്രൈബ്ഡ്. അനക്ടോറിയ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഗ്രേസ്ഫുൾ. അനക്ടോറിയ ഡിസ്ക്രൈബ് ചെയ്യുന്നത് വെരി ബ്യൂട്ടിഫുളും ഗ്രേസ്ഫുൾ ആയിക്കൊണ്ടാണ്. ഹെർ പ്രസൻസ് ബ്രിങ് ജോയ് ആൻഡ് അഡ്മിറേഷൻ. അവളുടെ പ്രസൻസ് എല്ലാവർക്കും സന്തോഷവും അഡ്മിറേഷനും ഒക്കെ ഉണ്ടാക്കും. ദ സ്പീക്കർ ഡീപ്ലി മിസ്സസ് ഹെർ. അതുകൊണ്ട് തന്നെ സ്പീക്കറിനെ അവളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഷീ ഈസ് റിമെമ്പേർഡ് വിത്ത് ലവ് ആൻഡ് ലോങ്ങിങ്. അവളെ ഓർക്കുമ്പോൾ തന്നെ അവളുടെ സ്നേഹമാണ് അവളെ ഓർമ്മിപ്പിക്കുന്നത്. ഹെർ ബ്യൂട്ടി ഈസ് മോർ വാല്യുബിൾ ദാൻ എനിത്തിങ് എൽസ്. കവി പറയുന്നത് അവളുടെ ബ്യൂട്ടി ഏറ്റവും കൂടുതൽ വാല്യുബിൾ ആണ്, മറ്റുള്ള എന്തിനേക്കാളും ബ്യൂട്ടി അവൾക്കുണ്ട് എന്നാണ് കവി പറയുന്നത്. അതാണ് അനക്ടോറിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സെവൻത് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഇനസ് ഫെർണാണ്ടസ് അവീല പ്രിഫർ ടു നിയോൺ. നിയോൺ ലൈറ്റിനെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനസ് ഫെർണാണ്ടസ് അവീല പ്രിഫേഴ്സ് നാച്ചുറൽ ബ്യൂട്ടി ടു ആർട്ടിഫിഷ്യൽ നിയോൺ ലൈറ്റ്സ്. അതായത് ഇനസ് ഫെർണാണ്ടസ് പ്രിഫർ ചെയ്യുന്നത് നാച്ചുറൽ ബ്യൂട്ടിനെയാണ്. ആർട്ടിഫിഷ്യൽ നിയോൺ ലൈറ്റിനേക്കാളും ബെറ്റർ നാച്ചുറൽ ബ്യൂട്ടിയെയാണ് അവൾ ഇഷ്ടപ്പെടുന്നത്. ഷീ വാല്യൂസ് നാച്ചുറൽ ആൻഡ് ട്രഡീഷണൽ ലൈഫ്. നിയോൺ റെപ്രസെൻറ്റ് മോഡേൺ ആർട്ടിഫിഷ്യൽ കൾച്ചർ. അതായത് നിയോൺ ലൈറ്റ് ഒക്കെ ആർട്ടിഫിഷ്യലാണ്, അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ കൾച്ചറിനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവൾ വാല്യൂ നൽകുന്നത് നാച്ചുറലും ട്രഡീഷണൽ ലൈഫിനാണ്. ഷീ റിജക്ട്സ് ആർട്ടിഫിഷ്യലി ആൻഡ് പ്രിഫേഴ്സ് ഒതൻറ്റിസിറ്റി. ആർട്ടിഫിഷ്യലി റിജക്ട് ചെയ്തുകൊണ്ട് അവൾ പ്രിഫർ ചെയ്യുന്നത് ഒതൻറ്റിസിറ്റിയാണ്. ദിസ് ഷോസ് ഹെർ കൾച്ചറൽ ഐഡൻറ്റിറ്റി ആൻഡ് വാല്യൂസ്.
ഇത് കാണിക്കുന്നത് അവരുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി, സംസ്കാരത്തിനോടുള്ള സ്നേഹത്തിനും വാല്യൂ നൽകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവൾ ആർട്ടിഫിഷ്യൽ ലൈറ്റായ നിയോൺ ലൈറ്റിനെ പ്രിഫർ ചെയ്യുന്നില്ല, പകരം നാച്ചുറൽ ലൈറ്റിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയറ്റ് മിക്സ് ഇൻ ഹർ ഡ്രിങ്ക്? അതായത് അവരുടെ ഡ്രിങ്കിൽ എന്താണ് പോയറ്റ് മിക്സ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. പോയറ്റ് പറയുന്നത് ഷീ മിക്സ് സ്റ്റാർസ് ഇൻ ഹർ ഡ്രിങ്ക്സ്, അതായത് നക്ഷത്രങ്ങളെയാണ് അവരുടെ പാനീയത്തിൽ മിക്സ് ചെയ്യുന്നത്. ദിസ് ഈസ് എ സിംബോളിക് എക്സ്പ്രഷൻ, ഇതൊരു പ്രതീകമായ ഒരു എക്സ്പ്രഷനാണ്. ഇത് ഷോസ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇത് ആൾസോ റിഫ്ലെക്ട്സ് ഇമോഷണൽ റിച്ച്നെസ്. ഇതൊരു ഇമാജിനേഷൻ ആണല്ലോ സ്റ്റാറിനെ പാനീയത്തിൽ മിക്സ് ചെയ്യുന്നത്. അത് കാണിക്കുന്നത് ഇമോഷണൽ റിച്ച്നെസ് ആണ്, മനസ്സിലുള്ള ഇമോഷണൽ റിച്ച്നെസ്സിനെയാണ് ആ റിഫ്ലക്ട് ചെയ്യുന്നത്. ദ ലൈൻ സജസ്റ്റ് എ പോയറ്റിക് വേ ഓഫ് സീയിങ് ലൈഫ്. ഒരു കാവ്യാത്മകമായ രീതിയിലൂടെയാണ് പോയറ്റ് തൻ്റെ ലൈഫിനെ ഇവിടെ വർണ്ണിച്ചത്. നയൻത് ക്വസ്റ്റ്യൻ, വൈ വാസ് ദ പ്രൊട്ടഗണിസ്റ്റ് ഇൻ പ്രഷ്യസ്നെസ് ഫെയർഡ് ഓഫ് മെൻ? പ്രഷ്യസ്നെസ് എന്നതിലെ പ്രൊട്ടഗണിസ്റ്റ് എന്തുകൊണ്ടാണ് പുരുഷന്മാരെ പേടിക്കുന്നത് എന്ന ക്വസ്റ്റ്യൻ. ദ പ്രൊട്ടഗണിസ്റ്റ് ഫിയേഴ്സ് മെൻ ബിക്കോസ് ഓഫ് ഫാസ്റ്റ് ഡ്രാമ. കഴിഞ്ഞ കാലത്തുണ്ടായ ഒരു ട്രോമിൻ്റെ ബേസിലാണ് അവളെ മെന്നിനെ ഭയക്കുന്നത്. ഷീ ഹാസ് എക്സ്പീരിയൻസ് അബൂൾസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. അവൾ ഒരു സമയത്ത് അബ്യൂസ് ആയിപ്പെട്ടിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ട്രോമിൻ്റെ ഇതിലാണ് അവൾ പുരുഷന്മാരെ പേടിക്കുന്നത്. മെൻ റെപ്രസെൻറ്റ് ഡേഞ്ചർ ആൻഡ് പെയിൻ ടു ഹിയർ. മെന്നെ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ തന്നെ അവളെ ഡേഞ്ചറായും പെയിനായി കണ്ടാണ് ആലോചിക്കുന്നത്. ദിസ് ക്രിയേറ്റ്സ് ഫിയർ ആൻഡ് ഇൻസെക്യൂരിറ്റി. ഇത് അവളുടെ ഒരു പേരും ഇൻസെക്യൂരിറ്റി ഉണ്ടായിട്ടുണ്ട്. ഹെർ കണ്ടീഷൻ റിഫ്ലെക്ട്സ് വുമൺ സഫറിങ് ഇൻ സൊസൈറ്റി. അതുപോലെ തന്നെ അവളുടെ ഈ ഒരു കണ്ടീഷനെ ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ അനുഭവിക്കുന്ന സ്ത്രീകളെ റിഫ്ലക്ട് ചെയ്യുന്നു. ടെൻത്ത് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് മയോപ്പ് ഫീൽ ഡേയ്സ് വേർ ബ്യൂട്ടിഫുൾ? എന്തുകൊണ്ടാണ് മയോപ്പിന് അവളുടെ ദിവസങ്ങളൊക്കെ ചൈൽഡ്ഹുഡ് ദിവസങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ ആയി തോന്നിയിരുന്ന ക്വസ്റ്റ്യൻ. മയോപ്പ് ഫീൽസ് ഹാപ്പി ബിക്കോസ് ഷീ ഈസ് ഇന്നസെന്റ് ആൻഡ് കയർ ഫ്രീ. ആ ചൈൽഡ്ഹുഡ് സമയത്ത് അവൾ ഇന്നസെന്റ് ആയിരുന്നു, അതുപോലെ തന്നെ കയർ ഫ്രീ ആയതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര സന്തോഷവതിയായിരുന്നു. ഷീ എൻജോയ്സ് നാച്ചർ ആൻഡ് ഹെർ സറൗണ്ടിങ്സ്. നാച്ചുറും സറൗണ്ടിങ്സും അവൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു. എവറിത്തിങ് അപ്പിയേഴ്സ് ബ്രൈറ്റ് ആൻഡ് ജോയ്ഫുൾ ടു ഹെർ. അവളെ നാച്ചുറലും അല്ലെങ്കിൽ സറൗണ്ടിലുള്ള എല്ലാ സാധനങ്ങൾക്കും അവൾക്ക് ബ്രൈറ്റും അതിലെല്ലാം അവൾ സന്തോഷവും കണ്ടെത്തി. ഷീ ഹാസ് നോ അവയർനെസ് ഓഫ് ഹാഷ് റിയാലിറ്റി. വരാൻ പോകുന്ന റിയാലിറ്റിയെ പറ്റിയുള്ള ഒരു ധാരണയും അവൾക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ നല്ലോണം എൻജോയ് ചെയ്തു. ദിസ് ഷോസ് ഹെർ ചൈൽഡ്ഹുഡ് ഇന്നസെൻസ്. ഇതൊക്കെ കാണുന്നത് അവൾ ചൈൽഡ്ഹുഡ് ഇന്നസെൻസിലാണ്. വലുതാണിടത്തോളം അവളൊരു ഡെഡ് ബോഡി കണ്ട് പിന്നെ അവളുടെ ഇന്നസെൻറ്റ് നഷ്ടപ്പെടുകയാണ്. 11th ക്വസ്റ്റ്യൻ, ഹു ഈസ് എ മുലാറ്റോ? മുലാറ്റോ ആരാണ് ക്വസ്റ്റ്യൻ. എ മുലാറ്റോ ഈസ് എ പേഴ്സൺ ഓഫ് മിക്സ്ഡ് റൈസ്. 2 വംശം കൂടി, അതായത് മിക്സ്ഡ് റൈസ് പെട്ട ഒരാളാണ് മുലാറ്റോ എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി റെഫേഴ്സ് ടു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആൻസിസ്റ്റർ. അതായത് വൈറ്റിൽപ്പെട്ട ബ്ലാക്കിൽപ്പെട്ട ആൾ, ഈ വൈറ്റും ബ്ലാക്കും കൂടിയ ആളുകളെയാണ് മുലാറ്റോ പറയുന്നത്. ദ ടേം ഈസ് റിലേറ്റഡ് ടു റേഷ്യൽ ഐഡൻറ്റിറ്റി. ഇത് റിഫ്ലെക്ട്സ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇഷ്യൂസ്. അതുപോലെ തന്നെ ഇത് സാമൂഹികവും കൾച്ചറൽപരമായ പ്രശ്നങ്ങളൊക്കെ ഈ എല്ലാവരും അനുഭവിക്കുന്നത് പോലെ മുലാറ്റോക്കാർക്കുണ്ട്. ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ ലിറ്ററേച്ചർ ഡിസ്കഷൻ. പലപ്പോഴും ഇത് യൂസ് ചെയ്യുന്നത് ലിറ്ററേച്ചർ ഡിസ്കഷൻക്കാണ് ഇത് കാര്യമായി യൂസ് ചെയ്യുന്നത്. 12th ക്വസ്റ്റ്യൻ, വൈ ഡസ് എഡ്ന മൂവ് ഇൻ ടു ദ പീജിയൻ ഹൗസ്? അവിടേക്ക് മൂവ് ചെയ്ത് എന്തിനാണ് ക്വസ്റ്റ്യൻ. എഡ്ന മൂവ്സ് ടു ഗെയിൻ ഇൻഡിപെൻഡൻസ് നേടാൻ വേണ്ടി കണ്ടാണ് പീജിയൻ ഹൗസിലേക്ക് എഡ്ന മൂവ് ചെയ്തത്. ഷീ വാണ്ട്സ് ഫ്രീഡം ഫ്രം ഹെർ ഹസ്ബൻഡ് ആൻഡ് സൊസൈറ്റി. എൻ്റെ ഭർത്താവിൻ്റെയും തൻ്റെ സൊസൈറ്റിയിൽ നിന്നൊക്കെ വിട്ടു നിന്ന് അവൾക്കൊരു ഫ്രീഡം വേണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അവൾ അവിടേക്ക് പോയത്. ഷീ സീക്സ് എ ലൈഫ് ഓഫ് ഹർ ഓൺ ചോയ്സ്. അതുപോലെ തന്നെ അവൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം സ്വതന്ത്രത്തോടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടിയാണ് അവൾ മാറിയത്. ദ മൂവ് ഷോസ് ഹെർ സെൽഫ് റിയലൈസേഷൻ. ഇറ്റ് സിംബിളൈസേഴ്സ് ഹെർ അവൈക്കനിങ്. അതായത് സെൽഫായി ഒന്ന് മനസ്സിലാക്കിക്കാണ്ട് അവൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് പീജിയൻ ഹൗസിലേക്ക് മാറിയത്. ക്വസ്റ്റ്യൻ, ഹു ആർ ദ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇൻ തൊഴിൽക്കേണ്ടതിലേക്ക്? ഈ ഒരു ഇതിലുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആയിരിക്കുന്ന ക്വസ്റ്റ്യൻ. ദ ഡ്രാമ ഇൻക്ലൂഡ്സ് വർക്കിംഗ് ക്ലാസ് വിമൻ ക്യാരക്ടേഴ്സ്. ഒരു വർക്കിംഗ് ക്ലാസ്സിലെ ആളുകളാണ്, വിമൻ ക്യാരക്ടേഴ്സിലാണ് ഈ ഡ്രാമയിലുള്ളത്. ദേ റെപ്രസെൻറ്റ് സ്ട്രഗിൾസ് ഓഫ് ലാബറിംഗ് വുമൻ. ഒരു വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഒരു വുമണിൻ്റെ സ്ട്രഗിൾസിനെയാണ് ഈ ഒരു ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദേ ഫേസ് എക്സ്പ്ലോയിറ്റേഷൻ, ഹാർഡ്ഷിപ്പ്. അതുപോലെ തന്നെ അവർ ഭയങ്കര പീഡനങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ അനുഭവപ്പെടുന്നു. ദെയർ വോയിസസ് ഷോ റെസിസ്റ്റൻസ് ആൻഡ് സ്ട്രെങ്ത്. അവരുടെ വോയിസസ് അവരുടെ നിലനിൽപ്പിനും ബലത്തിനും വേണ്ടിയുള്ള വോയിസാണ്. ദേ ഹൈലൈറ്റ് വുമൻസ് റോൾ ഇൻ സൊസൈറ്റി. അതുപോലെ വുമൻസിൻ്റെ ഇൻഇക്വാലിറ്റി ഉണ്ടായതുകൊണ്ട് വുമണിൻ്റെ റോളും സൊസൈറ്റിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. മൊത്തത്തിൽ ഈ വോയിസ് ഓഫ് വുമണിൽ ഫുള്ള് വോയിസിന് വേണ്ടി കണ്ടുള്ള അവയർനെസ്സും ഈക്വാലിറ്റിയും അതൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ ആ ഡ്രാമനെ പറ്റിയോ ഫിലിമിനെ പറ്റിയോ കുറച്ച് എഴുതിയെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. 13th ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ബേബി ഓഫ് ലെയിൻലിയോ മേ ഡൈ? ഈ ഒരു ബേബി എങ്ങനെ മരിച്ചത് എന്ന ക്വസ്റ്റ്യന്. ദ ബേബി ഡേയ്സ് ഡ്യൂ ടു നെഗ്ലക്റ്റ് ആൻഡ് പുവർ കണ്ടീഷൻ. ഈ ബേബിയെ പരിചരിക്കാത്തതിനും അതുപോലെ പുവർ കണ്ടീഷനിലും കാരണമാണ് ഈ ബേബി മരിച്ചത്. ഇറ്റ് റിഫ്ലെക്ട്സ് ദ ഹാർഷ് റിയാലിറ്റി ഓഫ് ലൈഫിലുള്ള നഗ്നമായ സത്യത്തെയാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള സത്യത്തെയാണ് ഇത് റിഫ്ലെക്ട് ചെയ്യുന്നത്. ദ ഇൻസിഡൻറ്റ് ഷോസ് സഫറിങ് ആൻഡ് പോവർട്ടി. അത്രക്കും പോവർട്ടി ആയതുകൊണ്ട്, അല്ലാതെ കുഞ്ഞിന് തീരെ ഒരു പരിചരണം കിട്ടാത്തത് കൊണ്ടാണ് ഈ കുഞ്ഞ് മരിച്ചത്. ഇറ്റ് ക്രിയേറ്റ്സ് ഇമോഷണൽ ഇമ്പാക്ട് ഓൺ റീഡേഴ്സ്. ഇറ്റ് ഹൈലൈറ്റ്സ് സോഷ്യൽ ഇൻജസ്റ്റിസ്. അതായത് കുഞ്ഞ് മരിക്കുന്നതിലൂടെ റീഡേഴ്സിന് ഇതൊരു ഇമോഷണൽ ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ സോഷ്യൽ ഇൻജസ്റ്റിസും ഇത് ഹൈലൈറ്റ് ചെയ്യുന്നു. കാരണം ഒരു കൂട്ടം ആൾക്കാർ പോവർട്ടി മൂലം മരിക്കുമ്പോൾ അതിലേറെ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായി. അതേപോലെ എല്ലാ മനുഷ്യരും ഈക്വലാണ്. അതേ മനുഷ്യന്മാർ നല്ല ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കാണുന്നത് സോഷ്യൽ ഇൻജസ്റ്റിസ് ആണ് ഇതിൽ കാണുന്നത്. 15th ക്വസ്റ്റ്യൻ, ഹു കമ്മിറ്റ്സ് സൂസൈഡ് ഇൻ ദ ഫിലിം മസ്റ്റാങ്?
ഓക്കെ, ഇൻ ദ ഫിലിം മസ്റ്റാങ് എസ് എ കമ്മിറ്റ്സ് സൂസൈഡ്. ഈ ഫിലിമിൽ എസ് എ ആണ് സൂസൈഡ് ചെയ്യുന്നത്. ഷീ സഫേഴ്സ് ഫ്രം ഒപ്രഷൻ ആൻഡ് അബ്യൂസ്. അവളുടെ വീട്ടിൽ ഒപ്രഷനും അതുപോലെ അബ്യൂസ് ആയപ്പെടുകയും ചെയ്തു, അടിച്ചമർത്തപ്പെട്ടും ചെയ്തു, പീഡനവും സഹിക്കേണ്ടി വന്നു. ഹെർ ലൈഫ് ഈസ് കൺട്രോൾഡ് ബൈ സ്ട്രിക്റ്റ് ഫാമിലി റൂൾസ്. ആ ഒരു ഫാമിലി റൂൾസിൻ്റെ ഇടയിൽ അവളെ ലൈഫ് അവർ കൺട്രോൾ ചെയ്തു പോയി. ഷീ ലോസസ് ഹോപ്പ് ആൻഡ് ഫ്രീഡം. അവളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, അതുപോലെ സ്വതന്ത്രം നഷ്ടപ്പെട്ടു. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊരു പോയിന്റിലെത്തിയപ്പോൾ അവളെയാണ് സൂസൈഡ് ചെയ്തത്. ഹെർ ഡെത്ത് ഷോസ് ദ ക്രുവാലിറ്റി ഫേസ്ഡ് ബൈ വുമൺ. ഇത് കാണിക്കുന്നത് അവൾ അനുഭവിച്ച ആസ് എ വുമൺ അനുഭവിക്കുന്ന ക്രുവാലിറ്റിയാണ് ഈ ഡെത്ത് കാണിക്കുന്നത്. These are the 2 mark questions of Voice of Woman. Thank you for watching. If any questions, please ask on comment section.